6:30 ആഗ്രയിൽ നിന്ന് ചെന്നൈക്കുള്ള ട്രെയിൻ. എങ്കിലും 6 മണിയോട് കൂടി തന്നെ നമ്മൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻക്വയറിയിൽ നേരിട്ട് ചോദിച്ച് പ്ലാറ്റ്ഫോമും കോച്ച് പൊസിഷനും കൃത്യമായി മനസ്സിലാക്കി സെക്യൂരിറ്റി ചെക്കിന് ശേഷം നേരെ വിശ്രമമുറിയിലേക്ക്. വെയിറ്റിംഗ് ഹാളിന് മുന്നിലിരുന്ന് ഈ ഒരാളെ നമ്മളെ ടിക്കറ്റും കാണിച്ച് നേരെ വെയിറ്റിംഗ് ഹാളിലേക്ക് കയറി. വെയിറ്റിംഗ് ഹാൾ ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗ് കൊണ്ട് ഒരു ഇരിപ്പിടം ഉണ്ടാക്കി അയനെ ഇരുത്തി. ട്രെയിൻ ഓൺ ടൈമിൽ എത്തിയോണ്ട് തന്നെ അതിൽ നിന്നും മുഷിയേണ്ട വന്നില്ല. അകത്ത് കയറിയപ്പോൾ അയന് വിശക്കുമെന്ന് പറഞ്ഞു. 2 സ്നാക്സ് ഒക്കെ കഴിച്ചു. ഡിന്നറിനായി ചപ്പാത്തിയും റൈസും കുറച്ച് കറികളും അടങ്ങിയ ഒരു വെജ് മീലാണ് മേടിച്ചിട്ടുള്ളത്. ലോവർ സീറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ മേളിൽ കിടക്കുന്ന പോലീസുകാരനാണ് അദ്ദേഹത്തിന്റെ ലോവർ സീറ്റ് നമുക്കൊന്ന് സഹായിച്ചത്. ഇയാളൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. രാത്രി 9 മണിയോടുകൂടി തന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങി. മറ്റു സീറ്റിലുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ കിടക്കണമല്ലോ. ലൈറ്റ് എല്ലാം ഓഫായി കിടന്നതിന് ശേഷം ഏകദേശം 2 മണിയോടുകൂടിയാണ് യായു ഉറങ്ങിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫ്രൂട്ട് സാലഡിനൊപ്പം ബ്രൂ കോഫി കുടിക്കേണ്ട വന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് ഫുഡ് പോയിസൺ അടിച്ചു. അങ്ങനെ എന്റെ ഒരു രാത്രി മൊത്തം ഫുഡ് പോയിസൺ കൊണ്ടുപോയത് കൊണ്ട് ഇന്നലെ നമുക്ക് സീറ്റ് തന്ന പോലീസുകാരൻ വെളുപ്പാങ്കാലത്ത് ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു താങ്ക്സും പറഞ്ഞ് ഇറക്കി ഒരു ടാറ്റയും കൊടുത്ത് വിടാൻ സാധിച്ചു. സഹയാത്രികരെല്ലാം വളരെ നല്ല മനുഷ്യരായിരുന്നു. നല്ല ക്ഷമാശീലവും. രാത്രി ലേറ്റ് ആയിട്ട് കിടന്നതുകൊണ്ട് തന്നെ നമ്മുടെ 2 കക്ഷികൾ എണീറ്റപ്പോൾ രാവിലെ 9 മണിയായി. എണീക്കുന്നത് വരെ അവർ 1 സൈഡ് സീറ്റിലിരുന്ന് നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ഈ ഒരു സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും കുറച്ചേരം പുറത്തിറങ്ങിയെന്ന് ഫ്രഷ് എയർ ശ്വസിച്ചു. നല്ല ആശ്വാസം. യാത്ര തുടർന്നു. പുറത്തെ കാഴ്ചകളും കണ്ട് അകത്തുള്ളവരോട് സംസാരിച്ചും കളി പറഞ്ഞും ഒക്കെ കുറെ നേരം ഇരുന്നു. ഇത്തവണ കൂടെ കിട്ടിയ സഹയാത്രികരെല്ലാം നല്ല കമ്പനിയാണ്. എല്ലാവരും യായുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി. നമ്മൾ സ്ഥിരം കാണാത്ത തരത്തിലുള്ള കാഴ്ചകളായതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാനെല്ലാം കണ്ടുകൊണ്ടിരുന്നു. നല്ല നോർത്ത് ഇന്ത്യൻ ഹോംലി ഫുഡ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നത്. ആ ഫുഡും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ക്ഷീണത്തിൽ നമ്മുടെ കക്ഷികൾ 2 ചെറിയൊരു മയക്കത്തിലേക്ക് പോയി. ഞാൻ വീണ്ടും ബാത്റൂമിലേക്ക്. പക്ഷെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് വാച്ചിൽ നോക്കിയപ്പോൾ സമയം 6 മണിയാകും. 7:30 ആകുമ്പോഴേക്കും ഈ അങ്കിളിനും ആന്റിക്കും ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തുമെന്നാണ് പറയുന്നത്. ഇവരാ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പനി തന്നത്. കുറെ സംസാരിച്ചതും. അമ്മുന് നല്ലൊരു കൂട്ടായിരുന്നു. ഈ അങ്കിൾ ഒരു ചിൽ മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ സംസ്കാരവും അവരുടെ സംസ്കാരവും നമ്മുടെ വിദ്യാഭ്യാസ രംഗവും ഹോസ്പിറ്റൽ മേഖലകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഒരുപാടധികം സംസാരിച്ചു കേട്ടോ. വളരെ ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. ഇവരുടെ മകള് ഹൗസ് സർജൻസി ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഇറങ്ങാറായപ്പോൾ രണ്ടുപേരും ടാറ്റയൊക്കെ എത്തുന്ന ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ പിരിഞ്ഞുപോയി. യായോട് വരുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്നാണ് യായുടെ മറുപടി. എന്തായാലും യായു ഇന്ന് ഇത്തിരി നേരത്തെ കിടന്നു. അതൊരു കണക്കിന് നന്നായി. കാരണം വെളുപ്പിന് 5 മണിക്ക് നമ്മൾ ചെന്നൈ MGRൽ ഫുഡ് പോയ്സന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഉറങ്ങിയില്ല. രാവിലെ അമ്മുനെ വിളിച്ച് എണീപ്പിച്ചു. യായുനെ എണീപ്പിക്കാതെ തന്നെ തോളത്തിട്ടു. കാരണം നമ്മൾ കറക്റ്റ് MGRൽ എത്തിയിരിക്കുന്നു. ട്രെയിൻ ഓൺ ടൈം. ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം നേരെ സ്റ്റേഷന് പുറത്തേക്ക്. ആദ്യം തന്നെ ഒരു റൂം കണ്ടുപിടിക്കണം. ഊബർ വിളിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് MGR റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി വലിയൊരു ഹാള് പോലൊരു പ്രദേശം. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോമും കോച്ചും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം എല്ലാ ട്രാക്കുകളും നമുക്ക് നേരിട്ട് കാണുവാനും സാധിക്കും. മുൻപ് ഒരു തവണ ചെന്നൈയിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഏകദേശം റൂം എവിടെ എടുക്കണം എന്നൊരു മുൻധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഊബർ ഓട്ടോയും ബുക്ക് ചെയ്ത് ചെപ്പോക്ക് സ്റ്റേഡിയം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിന്റെ പരിസരത്താണ് റൂം എടുക്കുന്നതെങ്കിൽ ഉപകാരം 2